ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്ന് ഒരു റെയിൻബോ ജേർണലാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മളിപ്പോൾ 1700 എബോവ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഇനി റെയിൻബോ ജേർണലിന് ആദ്യം തന്നെ കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ പിക്ചേഴ്സ് വരയ്ക്കുക, എന്നിട്ട് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കുക. ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയാവും. അത് കൊടുത്തതിന് ശേഷം അതിനെ സ്റ്റിക്കേഴ്സ് ആക്കി എടുക്കണം. ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സ് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഐസ്ക്രീമും ഒരു ലിപ്സ്റ്റിക്കും ബട്ടർഫ്ലൈയും ഒരു റെയിൻബോ എല്ലാം കൊടുത്ത് അതിന് പല പല ഇഷ്ടമുള്ള കളേഴ്സാണ് കൊടുത്തത്. എന്നിട്ട് അതിനെ സ്റ്റിക്കർ ആക്കി എടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റിക്കേഴ്സ് എല്ലാം ജേർണലിലേക്ക് സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ നല്ല ഭംഗിയിൽ സ്റ്റിക്ക് ചെയ്യണം. ഹാൻഡ് മെയ്ഡ് ജേർണൽ തന്നെയാണ്, അതിലാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. ഹാൻഡ് മെയ്ഡ് ജേർണൽ എങ്ങനെ ഉണ്ടാക്കാം, മിനി ജേർണൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങളതെല്ലാവരും പോയി കാണണേ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയി എല്ലാവരും വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ചെറിയ ചെറിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും കൂടും. അതേപോലെ നിങ്ങൾക്ക് ബോറടിക്കുകയില്ല. അങ്ങനെ ഓരോ ദിവസം ഓരോ തീമിലുള്ളത് ചെയ്യുക. അപ്പോൾ ഇന്ന് റെയിൻബോ ആണെങ്കിൽ നാളെ വല്ല റെഡ് കളർ, പിങ്ക് കളർ, അങ്ങനെയൊക്കെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജേർണൽ ചെയ്താൽ മതി. നമുക്ക് ആദ്യം തന്നെ ഇനി കുറച്ച് കളർ പേപ്പർ അല്ലെങ്കിൽ നിങ്ങൾ മാർക്കറോ സ്കെച്ച് പെന്നോ വെച്ചിട്ട് ലൈൻസ് കളർ ചെയ്താലും മതി. അങ്ങനെ എൻ്റെ അടുത്ത് കളർ പേപ്പർ ഉണ്ടായതുകൊണ്ട് ഞാൻ കളർ പേപ്പർ സ്റ്റിക്ക് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഉണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സ് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ സ്റ്റിക്കേഴ്സിൻ്റെ എല്ലാം ബാക്കിൽ എൻ്റെ അടുത്ത് തിൻ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ടേപ്പാണ് ഒട്ടിച്ചത്. നിങ്ങൾക്കതില്ല എന്നുണ്ടെങ്കിൽ ഗം ഒട്ടിച്ചാലും മതി, നല്ല ഭംഗിയിൽ തന്നെ നിൽക്കും. അപ്പോൾ നിങ്ങളുടേതായ ഐഡിയയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് എല്ലാം കൊടുത്ത് എങ്ങനെയൊക്കെ ഭംഗിയാക്കാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ റെയിൻബോ തീംഡ് ജേർണലിൻ്റെ പേജ് സെറ്റായി. ഇനി അതിൽ ജസ്റ്റ് ഞാനൊരു റെയിൻബോ എന്നിങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിൽ എഴുതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം, നിങ്ങളുടെ പേര് വേണമെങ്കിൽ അതൊക്കെ എഴുതാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോയി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.